യെസ്, ദ ഫോർത്ത് പെഗ്. നാലാമത്തെ പെഗിന് മുമ്പ് നീ എത്തി. ജഗൻ, ജഗന് മാത്രം കഴിയുന്ന കാര്യം. അവനെന്നെ വിളിച്ചു, ആ പരനാരി എബി മാത്യു നാളെ ഓസ്ട്രേലിയൻ പാർട്ടിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന്. അവന്റെ അമ്മയുടെ ഇരിക്കെ. നിന്റെ ഇന്നത്തെ കളി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം മിനിമം എത്രയാണെന്നറിയാവോ? കോടികൾ. ഒന്നും രണ്ടും അല്ല, 50 കോടി. 50 crores. ജയൻ പറ, നിനക്ക് എത്ര വേണം? 5ഓ 10ഓ? അതോ ഹാഫ് ഓഫ് ദ മണി? കള്ളൻ, വേണ്ടാന്ന് പറയരുത്. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരും. യു ഡിസർവ് ഇറ്റ്. നീ എന്റെ ഭാഗ്യവാടാ. നിന്നെ എനിക്ക് കിട്ടിയ ശേഷമാണ് എന്റെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. പറ ജഗൻ, നിനക്ക് എത്ര വേണം? നിന്റെ പേഴ്സല്ലേ? യെസ്. ഇത് ധാരാളം. ഈ രാത്രി വെളുപ്പിക്കാൻ ഒരു ബോട്ടിൽ റം, 2 പാക്കറ്റ് സിഗരറ്റ്, ടാക്സിയിൽ ഒരു നഗര പ്രദക്ഷിണം. ദക്ഷണം. ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത്. എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ്. പറ്റില്ല, പറ്റില്ല. എനിക്കിത് ആഘോഷിക്കണം. പണം അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമെന്ന് പറയണോ? നാളെ പാരീസിലേക്ക് പറക്കണോ? എന്തിന്? പെണ്ണുപിടിക്കാം, കള്ളുപിടിക്കാം, ഒരു ചേഞ്ച്. അല്ലെങ്കിൽ ലാസ് വേഗസിലെ കാസിനോകളിൽ ചൂത് കളിച്ച് കളയാൻ നമുക്ക്. പറ ജഗൻ, ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാൻ നിനക്ക് വാങ്ങിത്തരും. എന്തും? എന്തും. എന്നാൽ ഇതെനിക്ക് വാങ്ങിച്ചതാ. എന്താ ഇത്? ഒരു പഴഞ്ചൻ വീടോ? എവിടെയാ ഇത്? നാട്ടിൽ, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കോവിലകം. എത്രയാണ് ഇതിന്റെ വില എന്നെനിക്കറിയില്ല. 250 കോടിയുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന്. അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം. 250 കോടിക്ക് കേരള സംസ്ഥാനം മുഴുവൻ കിട്ടും. എനിക്കിത് മാത്രം മതി. ജെയിംസ് സർ. യെസ് സർ. താൻ കേട്ടല്ലോ, നാളെ തന്നെ ഇതിന്റെ ഡീൽ ഉറപ്പിച്ച് സെറ്റിൽ ചെയ്യണം. ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യാം. ശരി സർ. എന്താ ഈ പഴഞ്ചൻ കോവിലത്തോടുള്ള ബന്ധം? ഒരു മോഹം, കിറുക്ക്, അല്ലെങ്കിൽ പുരാവസ്തുക്കളോട് പോയ കാലത്തിനോടുള്ള ഒരു പെറ്റി അഫെക്ഷൻ, ക്രൈസ്, എന്തും വിളിക്കാം. ജെയിംസ് സർ, അത് വാങ്ങിക്കുന്ന എന്റെ പേരിലാകരുത്, നന്ദന്റെ പേരിൽ തന്നെ വേണം. നോനോ, നിന്റെ പേരിൽ തന്നെ മതി. എനിക്കെന്ത് കാര്യം ഇതില്? ഇല്ല നന്ദൻ, എന്റേതാവുമ്പോ എന്റെ ത്രിൽ നശിക്കും. നിന്റെ ബിനാമിയായി എനിക്ക് അവിടെ ചെന്ന് കയറാം. മരണം വരെ ഭൂമിയിൽ ഒരു വാടകക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം. ഒന്നും എനിക്ക് സ്വന്തമാക്കണ്ട. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. അങ്ങനെ തീരണം കളി. ഇത് കിറുക്കല്ല, മുഴുവട്ട്. എന്റെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാനും വരുന്നുണ്ട് നിന്റെ കോവിലകം കാണാൻ. ഇന്നിനി തെണ്ടാൻ പോകുന്നില്ല നീ. മൂക്കറ്റം കുടിച്ച് നമ്മൾ ഒന്നിച്ചുറങ്ങുന്നു. വേണമെങ്കിൽ വില കൂടിയ 2 ബ്ലാങ്കറ്റ്സ് വരുത്താം, മാറി മാറി പുതയ്ക്കാൻ. ശംഭോ മഹാദേവ. പേപ്പേഴ്സ് ഒക്കെ മിസ്റ്റർ ജെയിംസ് ചെക്ക് ചെയ്തല്ലോ? യെസ്. പിന്നെന്തൊരു കൺഫ്യൂഷൻ? ഒരു പോയിന്റിൽ ഇപ്പോഴും ഞങ്ങൾ ഇത്തിരി ഡൗട്ട്ഫുൾ ആണ്. അതാ വക്കീൽ പറയുന്നത്. ആ പാർട്ടിയുടെ ഒബ്ജക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി നമ്മളൊരു സേഫ് സൈഡിന്. എന്റെ അമ്മാവന്റെ ഭാര്യയ്ക്ക് ഈ പ്രോപ്പർട്ടികളുടെ അവകാശത്തിന് യാതൊരു വാലിഡിറ്റി ഇല്ല. ആ ബന്ധത്തിൽ കുട്ടികളില്ലാത്ത നിലയ്ക്ക് ഭാര്യയ്ക്ക് സ്വത്തിൽ എന്താ അവകാശം? ദാറ്റ് ഐ അഗ്രി. പക്ഷേ ഈ അമ്മാവൻ മരിച്ചു എന്നതിനും തെളിവില്ലല്ലോ. ഹീസ് മിസ്സിംഗ് അല്ലേ? ഒരു 15 വർഷമായിട്ട് യാതൊരു വിവരവുമില്ല. മരിച്ചിട്ടുണ്ടാവണം. ഒരു വിശ്വാസം, അല്ലാതെ തെളിവില്ല. സി മിസ്റ്റർ ബൽറാം, നാളെ ഈ സുഭദ്ര തമ്പുരാട്ടി കോർട്ടിൽ മൂവ് ചെയ്താൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. എന്തുവാ ഇതിനകത്തോട്ട് പോന്നോട്ട് പുറത്തോട്ട് നിന്നാട്ടെ. ചിലക്കാണ്ട് പോയിപ്പിള്ളേ. ആരാ കോലം വാങ്ങിക്കാൻ വന്നത്? നിങ്ങളാ? നിങ്ങളെ മനസ്സിലായില്ല. എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോലം വാങ്ങിക്കണമെങ്കിൽ അപ്പം തമ്പുരാന്റെ അനുവാദം വാങ്ങണം. നിങ്ങളെ കുളപ്പള്ളിക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ഞങ്ങൾ വന്നത്. എടോ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. താൻ പോ. കുഴപ്പത്തിലാകാൻ പോണതേ ഇയാളാ. അത് ഒഴിവാക്കേണ്ടി വന്ന് തമ്പുരാനെ കാണും. സൗകര്യപ്പെട്ടില്ല. നിങ്ങൾക്ക് പോവാം. സാറേ, ഏതായി സ്ഥലം എന്നറിയോ? ട്രൗസർ അഴിഞ്ഞു പോവേ.
മഹാ ചീത്ത നാടായത്. വിരട്ടല്ലേ മാഷ്? കുട്ടി ആ മാഷ് പോയി വല്ല പണി നോക്ക്. വിരട്ടല്ലടാ, അടിച്ച് മോന്തക്കുട്ടി തിരിച്ചളെ. എന്തേ കാണിക്കുന്നത്? സർക്കാർ ടി വി കൊല്ലണവരെ. കുട്ടി എന്തായി പറ്റത്തില്ല, ഞാൻ പോലീസിനെ വിളിക്കും. പറഞ്ഞ കേക്കില്ല അല്ലേടാ. കുളപ്പുള്ളിക്കാൻ അറിയില്ലടാ, അറിയിച്ചാണോ? എന്താണ് മനുഷ്യന്മാരെ, ഒരാണൊരുത്തൻ ഇങ്ങനെ ഇട്ട് തല്ലുക? നീ ആരാടാ? ഞാനോ? എന്റെ പേര് ബാപ്പുന്നാ, തങ്ങളങ്ങാടി സ്വദേശം. എന്തേ? നീ ഇവന്റെ കമ്പനി തന്നെയാ? എന്നാ നിനക്കും കിട്ടും. ഇല്ല മോനെ, അങ്ങനെ വൈക്കുന്ന അടി വാങ്ങി പൊരെ കൊണ്ടുപോണ പരിപാടി ബാപ്പുവിനില്ല. കണിമംഗലം കോലവും വായിക്കാൻ വന്ന ടീമാണെങ്കിൽ ആ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് മണ്ണിൽ കുത്തണവന്റെ എല്ലാം കാലിയാൻ വെട്ടിയേറി. അങ്ങനെ വെട്ടിയെറിയാൻ പറ്റിയ ഉണ്ണിപ്പിണ്ടി കാലേ നീ ഇതുവരെ കണ്ടു കാണൂ. ഞാനാ കണിമംഗലം കോലം വാങ്ങാൻ പോകുന്നത്. എന്റെ കാലിലെ 2 രോമം പിഴുതെടുക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വരാം. നീ അവിടുത്തെ ഊച്ചാളി ചട്ടമ്പി, നീ ജെയിംസിനെ തല്ലിയോടാ? അന്നായുള്ളൂ. അങ്ങനെ വേണം, അങ്ങനെ വേണം. നീ ആരാ? മിസ്റ്റർ കേരളയാ മസിൽ പിടിച്ചോണ്ടിരിക്കുന്ന? മസിൽ വിടറാ, മസിൽ വിടാ. എഴുത്തച്ഛൻ, ഞാൻ സോമ്പിള്ള, ഗസ്റ്റ് ഹൗസ് മാനേജർ. അകത്തോട്ടിരിക്കാം. വരൂ. ബാപ്പു വാ. വേണ്ട. മിസ്റ്റർ വർമ്മ, നിങ്ങൾ പ്രോപ്പർട്ടിയിൽ അവകാശമുള്ള മറ്റാളുകളുടെ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് നന്നായില്ല. നിങ്ങളെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. കൊളപ്പുള്ളി അപ്പൻ തമ്പുരാന്റെ ഒരു വക ദുർവാശിയാണത്. ആര് വന്നാലും അനീതിയുടെ അവകാശം പറഞ്ഞ് അങ്ങോട്ട് മുടക്കുക. തൊഴുത്തി കെട്ടിയ പട്ടിയെ പോലെ. തിന്നില്ല, തീറ്റിക്കയില്ല. സാറ് കോലം വാങ്ങാനുള്ള തീരുമാനം ഉപേക്ഷിച്ചോ? അത് അത്ര എളുപ്പം ഉപേക്ഷിക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ മിസ്റ്റർ പിള്ളേ. അത് ഈ കൊളപ്പുള്ളി അപ്പൻ തമ്പുരാനെ എനിക്കൊന്ന് കാണാൻ കഴിയോ? ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. മൂർഖനാ. പാമ്പിനോട് കളിക്കുമ്പോ മിനിമം മൂർഖനോട് തന്നെ കളിക്കണം. അപ്പോഴല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. എന്താ ബാപ്പു? അതെ, ഉഗ്രവശമുള്ള ജാതിയായിട്ടല്ലേ ഈ തമ്പുരാനും കണക്ഷൻ. ദോഷം വരില്ല. അപ്പൊ തമ്പുരാനാ ഏത് കൊല്ലത്തെ ആവോ? അതൊക്കെ നമുക്ക് വഴിയെ പറയെഴുത്തച്ചാ. പാലക്കാട് ആളയച്ച് ആ വക്കീൽ മണിയേരി വെട്ടാൻ കോലവും രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് കൊടുക്കുന്ന ഒരു കള്ളാസം വാങ്ങണം. എന്താ അപ്പൻ? ഞാൻ പറഞ്ഞത് അപ്പൻ കേട്ടില്ലാന്നുണ്ടോ? കേട്ട് ചെറിയച്ഛ, വക്കീലിന് ഏർപ്പാട് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് അവനിവിടെ വരും. കോലവും വാങ്ങിക്കാൻ വന്നവൻ. ചാത്തന്മാരവനെ ഇവിടെ കൊണ്ടുവരും. ഇതിനപ്പുറത്തേക്ക് ഞാനില്ല. കണിമംഗലത്തുകാർ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാ. അതൊക്കെ പണ്ട് എഴുത്തച്ഛന്മാരും. ആരും തടയില്ല വരാൻ. ബാപ്പു നിങ്ങൾ പോയി വരി. ഞാൻ അകത്ത് കയറിയിട്ട് ഇനി ശുദ്ധം പോണ്ട. നേരോതിരം കുതിച്ചുചാടി വെട്ടി, ഓതിരം വെട്ടി, കയറ് വെട്ടി, മാറി വെട്ടി, വെട്ടിയടച്ച് ഘടകം മറുഘടകം തല നീട്ട്, അങ്ങനെ. ഇവനാണോ അത്? ആവും.
വാവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ജഗന്നാഥൻ എന്നാണ് പേര്. തമ്പുരാനെ ഒന്ന് കാണാമെന്നാണ്. എനിക്ക് തമ്പുരാനോടായി മാത്രം ചിലത് പറയാനുണ്ട്. കേൾക്കാൻ മനസ്സുണ്ടാവണം. പഴയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ വാങ്ങി പൊളിച്ച് വിൽക്കുന്ന ബിസിനസ്സാണ് എൻ്റെത്. നല്ല മരപ്പണികളുള്ള ഒരു കോലക ഇവിടെ ഉണ്ടെന്നൊരു ചങ്ങാതി വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുടുക്കി വന്ന് ചാടിയത്. കുറച്ച് പൈസ അഡ്വാൻസും കൊടുത്തുപോയി. ഇനി എന്നെ രക്ഷിക്കണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ഇത്രയും വലിയൊരു ബിസിനസ് ആദ്യ. ബ്രോക്കർമാരുടെ കണക്ക് ശരിയാണെങ്കിൽ അവിടെ മരപ്പണി ഒരുപാടുണ്ട്. തേക്കും വീട്ടിയാകിലും വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല. എന്റെ കാശ് മുതലാവേണ്ടതാണ്. ബാംഗ്ലൂരിൽ നമ്മുടെ പഴയ വാതിലിനും ജാലകത്തിനൊക്കെ നല്ല മാർക്കറ്റാണ്. കല്ലും ഓടൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും. എന്നെ ഇപ്പൊ തമ്പുരാൻ സഹായിച്ചാലേ ആ മണ്ണൊരു മര്യാദ വിളിക്കാൻ തമ്പുരാനെ തന്നേക്കാം. ആ മണ്ണിൽ എനിക്ക് താല്പര്യമില്ല. താനത് പൊളിച്ചെടുത്ത് വിൽക്കാൻ തന്നെയാണല്ലോ അല്ലേ? അതെ, അല്ലാതെ ഞാനിവിടെ കയറി താമസിക്കുക തമ്പുരാൻ. ഈ പട്ടിക്കാട്ടിൽ വന്ന് നമ്മൾ എന്തൊട്ട് ചെയ്യാനാ? കെട്ടിടം പൊളിക്കാനാണെങ്കിൽ പിന്നെ താൻ എന്തിനാ സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കണം? എന്റെ ഒരു ഏർപ്പാട് അങ്ങനെ. സ്ഥലം നമ്മുടെ കയ്യിലായാല് നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാമല്ലോ. പിന്നെ പഴയ കോവിലകല്ലേ തമ്പുരാൻ, ഇടിച്ചു പൊളിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിയാലോ? അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാല് താൻ മുന്നോട്ട് പോയിക്കോ. രജിസ്ട്രേഷൻ തടസ്സപ്പെടില്ല. എത്രയും വേഗം പൊളിക്കാനുള്ള പണി തുടങ്ങണം. മനസ്സിലായോ? പിന്നെന്താ, രജിസ്ട്രേഷൻ കഴിഞ്ഞാ പിന്നെ എനിക്കും പണിക്കാർക്കും ദാന്ന് പറയുന്ന ടൈം മതി. എനിക്ക് ധൈര്യമായിട്ട് പോവാലോ. പോവാം.